കിൻഫ്ര ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻ്ററാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. എക്സിബിഷനുകൾ, വ്യാവസായിക പ്രമോഷനുകൾ, മേളകൾ, കോൺഫറൻസുകൾ, എക്സ്പോകൾ ഇവയെല്ലാം നടത്താൻ കഴിയുന്ന ഒരു വേദിയായിരിക്കും ഈ എക്സിബിഷൻ സെൻറ്റർ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററും തയ്യാറാവുകയാണ്. 90 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 50 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയായി കഴിഞ്ഞു. 4ാം വ്യാവസായിക വിപ്ലവത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഒരു വിരൽ ഞൊടിക്കുന്ന നേരം കൊണ്ട് പുതിയ ആശയങ്ങൾ ഉണ്ടായി വരികയും അവ ഉൽപ്പന്നങ്ങളായി പരിണമിക്കുകയാണ്. ഇക്കാലത്ത് ആശയങ്ങളെ ഉൽപ്പന്നങ്ങളായി പരിണമിപ്പിച്ചാൽ മാത്രം പോരാ, അവയുടെ സവിശേഷതകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഒരു നാടിൻ്റെ വ്യാവസായിക അന്തരീക്ഷം, വ്യവസായം തുടങ്ങുന്നതിന് അനുഗുണമായ ഘടകങ്ങൾ, ഇവയെല്ലാം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ലോകശ്രദ്ധ ആകർഷിക്കാനും ലോകോത്തരമായി വളരാനും കഴിയുകയുള്ളൂ. അതിനായുള്ള കേരളത്തിൻ്റെ ഒരു ചുവടുവെപ്പായാണ് ഈ ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്ററിനെ കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് വ്യാവസായിക രംഗം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്ക് ഉപയോഗിക്കാൻ പരിമിതമായ ഭൂമിയേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വ്യവസായങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള പരിമിതിയുണ്ട്. അത് പൂർണ്ണമായും മറികടക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം ഭൂവിസ്തൃതിയുടെ 30% വനാവരണമാണ്. അത്ര തന്നെ നീർത്തടവുമുണ്ട്. ബാക്കി ഭൂമിയാണ് എല്ലാതരം ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ നാടിനനുഗുണമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതിനുതകുന്ന രീതിയിൽ ഉത്തരവാദിത്തമുള്ള വ്യാവസായിക അന്തരീക്ഷവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ കേരള വ്യവസായ നയം
രൂപീകരിച്ചിട്ടുള്ളത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പരമ്പരാഗത വ്യവസായങ്ങൾ നവീകരിക്കാനും ഇതുവഴി ലക്ഷ്യമിട്ടിട്ടുണ്ട്. മുൻഗണനാ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായവൽക്കരണം പ്രാവർത്തികമാക്കാനും നാം ലക്ഷ്യമിട്ടിരിക്കുകയാണ്. സമീപഭാവിയിൽ പ്രാധാന്യം കൈവരുന്ന വ്യവസായങ്ങൾ അവയാണ് സൺറൈസ് വ്യവസായങ്ങളെന്ന് പറയുന്നത്. ധാരാളം ആനുകൂല്യങ്ങൾ വ്യവസായ നയത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 കോടി രൂപ വരെയുള്ള സ്ഥിരം മൂലധനത്തിന് 10% സബ്സിഡി. നിർമ്മിത ബുദ്ധി, ഡാറ്റ മൈനിങ് എന്നിവയിൽ ഉയർന്നു വരുന്ന സംരംഭങ്ങൾക്ക് ചിലവാക്കുന്ന തുകയുടെ 20% തിരികെ നൽകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് 5 വർഷത്തേക്കാണ് വൈദ്യുതി നികുതി ഇളവ് നൽകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വ്യവസായ പാർക്കുകളിലും അംഗീകൃത സ്വകാര്യ വ്യവസായ പാർക്കുകളിലും രജിസ്ട്രേഷൻ ചാർജ് പൂർണ്ണമായും ഇളവ് നൽകുകയാണ്. സ്ത്രീകൾ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിലെ സംരംഭകർക്ക് വ്യവസായം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ചാർജിലും സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും പൂർണ്ണമായും ഇളവ് നൽകുകയാണ്. 19 വകുപ്പുകളുടെ 77 ലൈസൻസുകൾക്ക് കെ-സ്വിഫ്റ്റ് പോർട്ടൽ വഴി അപേക്ഷിക്കാൻ കഴിയുന്ന സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. കെ-സ്വിഫ്റ്റിൻ്റെ അക്നോളജ്മെൻറ്റ് വഴി MSMEകൾക്ക് 3 വർഷം വരെ സംസ്ഥാന നിയമങ്ങൾ പ്രകാരമുള്ള അനുമതികളില്ലാതെ തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള അനുമതിയും നൽകുന്നുണ്ട്. ഇതിനായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക പോർട്ടൽ വഴി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് സംരംഭം ആരംഭിക്കാവുന്നതാണ്. വലിയ നിക്ഷേപങ്ങൾക്ക് ഏകജാലക ക്ലിയറൻസ് സംവിധാനവും കൊണ്ടുവന്നിട്ടുണ്ട്. 15 കോടി വരെ നിക്ഷേപമുള്ള സംരംഭങ്ങൾക്ക് ജില്ലാതല ഏകജാലക സംവിധാനത്തിലൂടെയും അതിന് മുകളിലുള്ളവയ്ക്ക് സംസ്ഥാനതല ഏകജാലക സംവിധാനത്തിലൂടെയും ക്ലിയറൻസ് നൽകി വരികയാണ്. വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ ഇവയെല്ലാം വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകരെ കണ്ടെത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1153 പ്രൊഫഷണലുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. നിശ്ചിത എണ്ണം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ടാർഗറ്റുകളും ഇവർക്ക് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 1034 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംരംഭക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം ഇടപെടലുകൾ നല്ല ഫലം ഉണ്ടാക്കുന്നുവെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ കേരളത്തിൽ ഏകദേശം 92,000 കോടി രൂപയുടെ നിക്ഷേപം വന്നതായതാണ് MSME എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അതിൽ 33,815 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കുകയും
5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. മുടങ്ങിക്കിടന്ന 12,240 കോടി രൂപയുടെ പദ്ധതികളാണ് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം 17.3% വ്യാവസായിക വളർച്ച കൈവരിച്ചതായും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും 8,500 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനും 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 1 ലക്ഷം ലക്ഷ്യമിട്ട് 1,39,000 സംരംഭങ്ങൾ യാഥാർത്ഥ്യമായ കാര്യം. ഈ സംരംഭവർഷം ആരംഭിച്ചതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ നല്ല പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിയുകയാണ്. സംരംഭക വർഷം പദ്ധതിയുടെ തുടർച്ചയായി മിഷൻ 1000 പദ്ധതി ആവിഷ്കരിച്ച് വരുന്നുണ്ട്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 1000 MSMEകളെ 4 വർഷത്തിനുള്ളിൽ ആകെ 1 ലക്ഷം കോടി രൂപ വിറ്റുവരവുള്ള സംരംഭങ്ങളാക്കി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനോടകം 552 അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 88 എണ്ണത്തിൽ പരിശോധന പൂർത്തിയാക്കി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ പരിപാടിക്ക് മുൻപ് ഞാൻ പങ്കെടുത്തൊരു പരിപാടി ഇവിടെ തന്നെയുള്ള IBS ക്യാമ്പസിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ്. 4 നൂറ്റാണ്ട് മുൻപ് കേരളത്തിൽ അതിൻ്റെ തുടക്കക്കാരൻ VK മാത്യൂസ് ആ പദ്ധതി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ആരംഭിക്കുമ്പോൾ ഇവിടെ നിക്ഷേപിക്കുന്നത് ഗുണമാവില്ല, നിങ്ങൾ ബാംഗ്ലൂരോ മറ്റോ പോകുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തെ ചിലർ ഉപദേശിച്ചിരുന്നു. ആ ആൾ സ്ഥാപിച്ച ആ ഉപദേശം സ്വീകരിക്കാതെ അദ്ദേഹം സ്ഥാപിച്ച IBS ഇപ്പോൾ ഗ്ലോബൽ IT രംഗത്ത് ഫുട്പ്രിൻ്റ് പതിപ്പിച്ച മുൻനിര സ്ഥാപനമായി മാറിയിരിക്കുന്നു. അതിൻ്റെ കൊച്ചിൻ ക്യാമ്പസാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കേരളത്തിൽ നിക്ഷേപം നടത്താൻ വരുമ്പോൾ ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് അത്തരം ആളുകളെ ധരിപ്പിക്കാൻ ചില ആളുകൾക്ക് നല്ല ഉത്സാഹമാണ്. കുറച്ച് നാൾ മുൻപാണ് ആഗോള പ്രശസ്ത കമ്പനിയായ ടോറസിൻ്റെ സംരംഭം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. ആ സംരംഭത്തെ മുടക്കാനും അവരെ ഇവിടുന്ന് ഓടിക്കാനും ചിലർ വല്ലാതെ കടഞ്ഞ് പരിശ്രമിച്ചത്. പക്ഷേ അത്തരം ശ്രമങ്ങളൊന്നും വരപ്പോയില്ല. ആ പദ്ധതിയും യാഥാർത്ഥ്യമായി. ഇതിനൊക്കെ പിന്നിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് നമ്മുടെ നാട് വ്യവസായ സൗഹൃദമല്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് വ്യവസായങ്ങൾ വരുന്നില്ല എന്ന വ്യാജ പ്രചരണം, മറുവശത്ത് ഇവിടേക്ക് വരുന്ന സംരംഭകരെ ഓടിച്ചു വിടാനുള്ള ശ്രമങ്ങൾ, ഇത് രണ്ടും സമാന്തരമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇക്കൂട്ടർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത്തരം ആളുകളെയൊന്നും വിശ്വസിക്കുന്നവരല്ല
സംരംഭകർ എന്നതാണ് നമ്മുടെ അനുഭവം തെളിയിക്കുന്നത്. വ്യവസായ മേഖലയുടെ വളർച്ച അത് സ്വകാര്യ മേഖലയും പൊതുമേഖലയും തങ്ങളുടേതായ പങ്കുവഹിക്കേണ്ടതാണ്. ഈ രണ്ടിനെയും പരിപോഷിപ്പിക്കുന്ന സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത്. ഏതെങ്കിലും ഒന്നിനായി മറ്റൊന്നിനെ കുരുതി കൊടുക്കുന്ന നയമല്ല സംസ്ഥാനത്തുള്ളത്. രണ്ടിനെയും പരിപോഷിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പൊതുവായ വ്യാവസായിക മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ നാട് രാജ്യത്തിനാകെ മാതൃകയായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ച സ്ഥാപനങ്ങളെ അടക്കം ഏറ്റെടുത്ത് മാതൃകാപരമായി നാം പ്രവർത്തിപ്പിച്ചു വരുന്നുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വ്യവസായ വകുപ്പിന് കീഴിലുള്ള 24 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിലായത്. സംസ്ഥാനത്ത് ആകെ 60 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ്. 1719 കോടി രൂപയോളമാണ് ഇവയുടെ ലാഭം. പൊതുമേഖലാ വ്യവസായങ്ങളെ നവീകരിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിനായി ഈ സാമ്പത്തിക വർഷം 270 കോടി രൂപയാണ് ചെലവഴിച്ചത്. അതോടൊപ്പം തന്നെ അവിടങ്ങളിലെ ഓഡിറ്റിംഗ് സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുകയാണ്. ഓരോ കമ്പനികൾക്കും പ്രത്യേകം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കി വരികയാണ്. ഇത്തരം ഇടപെടലുകളുടെ ഗുണഫലങ്ങളെ ലോകസമക്ഷം അവതരിപ്പിക്കാനും വ്യവസായ രംഗത്തെ പുത്തൻ മാറ്റങ്ങളെ നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് ഉൾച്ചേർക്കാനും ഉതകുന്ന ചുവടുവെപ്പാകും ഈ എക്സിബിഷൻ സെൻറ്റർ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.